കേരളം വീണ്ടും ഒരു വൻ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ശബരിമലയിലെ പവിത്രമായ വിഗ്രഹം മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വജ്രങ്ങൾ വരെ നീളുന്ന നിഗൂഢമായ ആ കണ്ണികൾ ഓരോന്നായി പുറത്തുവരുന്നു. ആചാരങ്ങളെ വെല്ലുവിളിച്ചും വിശ്വാസികളെ വഞ്ചിച്ചും അധികാരികൾ നടത്തുന്ന ആ രഹസ്യ നീക്കമൊടുവിൽ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ആ വജ്രമണി? മുഖ്യമന്ത്രിയുടെ കാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ച ആ രഹസ്യം എന്താണ്? ഇരുളടഞ്ഞ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് രമേശ് ചെന്നിത്തല വരുന്നു. കാണാം ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ശബരിമലയിലെ വിഗ്രഹം സംബന്ധിച്ച മുൻകാല വിവാദങ്ങൾ വെറും പുകമറയല്ലെന്ന് തെളിയുകയാണ്. വിഗ്രഹം മാറ്റിയെന്നോ മോഷണം പോയെന്നോ ഉള്ള ഗൗരവകരമായ ആരോപണങ്ങൾ നിലനിൽക്കെ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു. ഹരിഹരവർമ്മയും വജ്രമണി കേസുകളും ഇതിനോട് കൂട്ടി വായിക്കുമ്പോൾ പിന്നിൽ പ്രവർത്തിച്ച വൻ ശക്തികൾ ആരെന്ന് വ്യക്തം. എന്നാൽ ഈ കള്ളക്കളികൾക്കിടയിലാണ് രമേശ് ചെന്നിത്തല എന്ന കരുത്തനായ നേതാവ് ചോദ്യങ്ങളുമായി രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ കൈമാറിയ സന്ദേശം എന്ത്? എന്തിനാണ് വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരമൊരു ഗൂഢാലോചന? ചെന്നിത്തല ഉയർത്തിയ ഈ ഒറ്റ ചോദ്യം ഇന്ന് ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വിശ്വാസികളുടെ കണ്ണീരിൽ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് മറുപടി നൽകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്നും നീതിക്കും സത്യത്തിനും ഒപ്പമാണെന്ന് ഈ നീക്കത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. സർക്കാരിന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് ഇതൊരു തിരിച്ചടിയാണ്. ഈ സത്യങ്ങൾ മൂടിവെക്കാൻ ആർക്കും കഴിയില്ല.